ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി ഫിഷ് ഫ്രൈ മസാല ആയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടൊരു ജാറിലേക്ക് നല്ല ജീരകം, പെരും ജീരകം, അതുപോലെ തന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ചെറിയ ഉള്ളി, കറിവേപ്പില, ഉപ്പ്, കായം, കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ. കടുക് ചേർക്കുന്ന മീൻ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കായം ചേർത്തിട്ടുണ്ട്. കായം ചേർത്തതിന് ശേഷം കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം കല്ലുപ്പ് ചേർത്ത് കറിവേപ്പില ഇടുന്നതിനകത്ത് കല്ലുപ്പ് ചേർത്തില്ലെങ്കിൽ എന്താ പറയണ്ടേ, കയ്പ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചല്ല പൊടിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വിനാഗിരി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വിനാഗിരിയാണ്, ഒരു പുളി കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ആ മസാലയൊന്ന് മാറ്റി കൊടുത്തു. അതിനുശേഷം അതൊന്ന് കുഴച്ചെടുത്തു. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തത്. അല്ലെങ്കിൽ മസാല കട്ടിയാണെങ്കിലും മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിൽ ഉള്ളിയും ജീരകമൊക്കെ അരച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുത്തു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ സിലോപ്പിയാണ്. അപ്പോൾ അത് നല്ല വെട്ടി വൃത്തിയാക്കി തൊലിയൊക്കെ ഉരിച്ചാണ് കേട്ടോ എടുക്കുന്നത്. വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ മസാല അതിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്തു. ഓരോന്നോരോന്നാണ്. കാരണം എല്ലാം കൂടെ ഒന്നിച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും ചില മീനകത്തൊന്നും മസാല കംപ്ലീറ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാല നല്ല കംപ്ലീറ്റ് ആയിട്ട് തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ, വളരെ കുറച്ച് മാത്രം. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ട് നമ്മളൊരു 1/4 മണിക്കൂറോളം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രിഡ്ജിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. പക്ഷേ പുറത്ത് വെക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പം പെട്ടെന്ന് ഐസായി പോയിട്ട് നമ്മൾ എണ്ണയിലോട്ടിടുന്ന ടൈമിൽ പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പുറത്ത് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരിടയ്ക്ക് തന്നെ മീൻ അങ്ങ് മസാല പുരട്ടി വെച്ചാൽ അതവിട്ടിരുന്നെങ്കിൽ സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ മീൻകൂട്ടന്മാരൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ഞാനിതൊരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വറുത്തിട്ടുള്ളത്. ഈ ഒരു സ്പെഷ്യൽ മസാലയിൽ നിങ്ങൾ മീൻ വറുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീൻ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൽ കടുക് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ മീൻ ഇട്ടിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ മീനകത്ത് ചട്ടുകം തൊടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി മീനകത്ത് എത്ര നല്ല മസാല തേച്ചെന്ന് പറഞ്ഞാലും എണ്ണ ചൂടാവാതാണ് അതിനകത്തേക്ക് അത് ഇടുന്നെങ്കിലും മൊത്തത്തിൽ കുളവായി പോവും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മീനിടുക. അപ്പോൾ നമ്മുടെ മീൻ സെറ്റായിട്ട് നമ്മൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മുടെ ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് മുരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തത്. കാരണം നമുക്ക് ധൃതിയൊന്നുമില്ല. പെട്ടെന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ, അടുക്കി പിടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, ഇത് ഒന്ന് സാവധാനത്തിൽ തീ കൂട്ടിയും കുറച്ചും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ നല്ല മണമായിരുന്നു കേട്ടോ. നല്ല ജീരകം ഇട്ടുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മണമായിരുന്നു. നല്ല അടിപൊളി നല്ല ഫ്ലേവറാണ് നല്ല ജീരകം മീൻ വറുത്തതിനകത്ത് ഇടുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു മസാല ഉപയോഗിച്ച് നമുക്ക് എന്താ പറയണ്ടേ, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ഫിഷൊക്കെ ആണെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാനും അടിപൊളി മസാലയാണ്. പിന്നെ ഈ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മല്ലിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിയില ചേർത്തില്ല. മല്ലിയില അല്ലെങ്കിൽ പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം കറിവേപ്പിലയുടെ ആ ഒരു സ്ട്രോങ് ഇതായിട്ടുള്ളതാണെങ്കിലും ടേസ്റ്റിയാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയണ്ടേ, ഈ ഒരു രീതിയിൽ സാധാരണ രീതിയിലൊക്കെ മീൻ പൊരിച്ച് കുഴഞ്ഞവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ വറുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ കംപ്ലീറ്റ് മൂത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.